മുണ്ടക്കൈ ചൂരൽമല ദുരന്തഭൂമിയിൽ കുടിൽ കെട്ടി പ്രതിഷേധിക്കാനൊരുങ്ങി ദുരന്തബാധിതർ. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാർ അലംഭാവം ചൂണ്ടിക്കാട്ടി ദുരന്തബാധിതരുടെ ആക്ഷൻ കമ്മിറ്റിയാണ് പ്രതിഷേധിക്കുന്നത്. കളക്ടറേറ്റിന് മുൻപിൽ ധർണയിരിക്കാനും ദുരന്തബാധിതർ. ടി സിദ്ദിഖ് എംഎൽഎയുടെ നേതൃത്വത്തിൽ 27-ന് UDFന്റെ രാപ്പകൽ സമരവും 28-ന് കളക്ടറേറ്റ് വളയൽ സമരവും സംഘടിപ്പിക്കും. ദുരന്തം നടന്ന് 7 മാസമായിട്ടും പുനരധിവാസത്തിൽ സർക്കാർ നിസ്സംഗത തുടരുന്നുവെന്ന് ആരോപിച്ചാണ് ദുരന്തബാധിതരുടെ ആക്ഷൻ കമ്മിറ്റികളും UDFും കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. നാളെ ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ദുരന്തഭൂമിയിൽ കുടിൽക്കെട്ടി സമരം നടത്തും. ഒരു നിലയിലേക്ക് ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആശങ്ക. അതുകൊണ്ട് ഞങ്ങൾ സമരത്തിന് ഇറങ്ങുകയാണ്. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണ് വാക്യം. അത് ഞങ്ങൾ പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. ഇനിയൊന്നും നഷ്ടപ്പെടാനില്ലാത്ത ആളുകൾക്ക് ഇനി എന്ത് നഷ്ടപ്പെടാൻ? എല്ലാം നഷ്ടപ്പെട്ടു പോയവർക്ക് ഇനി എന്ത് നഷ്ടപ്പെടാൻ? അതുകൊണ്ട് ഞങ്ങളൊരു പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. അതേസമയം UDFും പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ്. സ്ഥലം MLA ടി സിദ്ദിഖ് 27-ന് കളക്ടറേറ്റിന് മുന്നിൽ രാപ്പകൽ ഉപവാസമിരിക്കും. 28-ന് UDF കളക്ടറേറ്റ് വളഞ്ഞ് പ്രതിഷേധിക്കും. 27-ാം തീയതി കളക്ടറേറ്റ് പടിക്കൽ രാപ്പകൽ സമരം UDFന്റെ നേതൃത്വത്തിൽ വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 28-ാം തീയതി കളക്ടറേറ്റ് വളയൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് UDF നേതൃത്വം കൊടുക്കുക. ദുരന്തബാധിതരായ ആളുകൾ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നുപോലും മനസ്സിലാക്കാതെയാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. പുനരധിവാസത്തിനുള്ള പൂർണ്ണ ഗുണഭോക്തൃ പട്ടിക പുറത്തുവിട്ട് വീട് നിർമ്മാണം ആരംഭിക്കുക. കുടുംബങ്ങൾക്ക് 10 സെന്റ് ഭൂമി വീതം നൽകുക. ദുരന്തബാധിതർക്ക് ജോലി നൽകുക. തുടർ ചികിത്സ ലഭ്യമാക്കുക എന്നിവയാണ് ആവശ്യങ്ങൾ. അതേസമയം ഉരുൾപൊട്ടലിൽ വയനാടിനെ കേന്ദ്ര സർക്കാർ അവഗണിച്ചെന്നാരോപിച്ച് 24-നും 25-നും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ LDFും രാപ്പകൽ സമരമിരിക്കും. അമൃത ന്യൂസ്, വയനാട്.